സമയല്ലേ? മോളെന്താ ഈ രാത്രിയില്? വണ്ടി കിട്ടാൻ താമസിച്ചു. അനി വന്നില്ലേ? അനിക്ക് ഒരാഴ്ചത്തെ ടൂർ. ഒരു ചേഞ്ചിന് ഞാനിങ്ങ് പോന്നു. അതേതായാലും നന്നായി. നീയും സുഖവും പട്ടണത്തിൽ താമസമാക്കിയത് പിന്നെ എവളും ഞാനും ഇവിടെ ഒറ്റയ്ക്കാം. എത്ര നേരമാ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടെ നോക്കി ഇരിക്കാൻ പറ്റുക? മോള് ചെല്ല്, ഡ്രസ്സൊക്കെ മാറ്റിട്ട് വാ. ആ, ആഹാരമൊക്കെ വേറെ റെഡിയാക്കാൻ പറ. മോളും കൂടെ ഉള്ളതാ, നന്നായിരിക്കണം. ആരെയും അറിയിക്കാതെ ഇങ്ങനെ എത്ര നാൾ കഴിയാന്നാണ് നീ കരുതിയത്? ഇത്രയും ദിവസമായില്ലേ? എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ? അല്ല മമ്മി, ഇവൾ ഇത്രയ്ക്ക് വാശി കാണിക്കണമെങ്കിലേ എന്തെങ്കിലും കാര്യം വേണ്ടേ? ചേട്ടൻ അറിയാഞ്ഞിട്ടാ. അനി വേണ്ട, അറിയണമെന്നില്ല. ചിലപ്പോ വഴക്ക് പറഞ്ഞിരിക്കും, ചിലപ്പോ തല്ലി എന്നിരിക്കും. അതൊക്കെ പതിവാ. അല്ലെങ്കിൽ നീ മമ്മിയോട് ചോദിച്ചു നോക്ക്. വിവാഹ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി കഴിഞ്ഞതാ. ഒരുപാട് ചവിട്ടും തൊഴിയും കൊണ്ട് എക്സ്പീരിയൻസ് ആണ്. സുഖു, ഇത് കളിതമാശയല്ല, അവളുടെ ലൈഫാ. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഇത് കൈയോട് അവസാനിപ്പിച്ചില്ലെങ്കിലേ ദശ. വരുമേ, വേഗം പോകാൻ റെഡിയാവ്. പറ്റിയെടുത്തോ. ഞാനില്ല. പറയുന്നത് അനുസരിച്ചാ മതി. സുഖേട്ടിന് ഇഷ്ടമുള്ള വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നു. അനി, നീലിമ പറഞ്ഞതും ചെയ്തതും തെറ്റായിരിക്കാം. നിനക്ക് അവളെ തല്ലാനും വഴക്ക് പറയാനും അധികാരമുണ്ട്. പക്ഷേ അതുപോലാണോ വീട് വിട്ട് ഇറക്കി വിടുന്നത്? എന്നിട്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി വളരെ കാഷ്വലായി വീട്ടിൽ ചെന്ന് കയറുക. അവസാനം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ ഈ വിവരമൊക്കെ അറിയേണ്ടി വരിക. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? എന്റെ ഭാര്യ എന്നെ ധിക്കരിച്ചിറങ്ങി പോകുമ്പോ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൊടുത്ത് ഞാൻ കുട്ടി കൊഴിക്കണം. നാട്ടുകാരുടെ അടുത്ത് വേണ്ട, പക്ഷേ എന്റെ അടുത്ത് പറയാമായിരുന്നില്ലേ? ചേട്ടാ, എന്റെ ഭാര്യ എന്നെ അനുസരിക്കുന്നില്ലെന്ന പരാതിയുമായിട്ട് നിന്റെ അടുത്ത് വരണം. നീ ഭാര്യയുടെയും ഭർത്താവിന്റെയും ലോകത്താണ് ഇപ്പോഴും. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ലോകത്തിൽ നിന്നുണ്ടാ. എടാ, പെങ്ങന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ ശേഷം തുടങ്ങിയ ഒരു ബന്ധമല്ലല്ലോ നമ്മുടെ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. നിനക്ക് എന്തുകൊണ്ടാണ് പറഞ്ഞ് മനസ്സിലായിക്കൂടാ? പിന്നെ ഈ ഒരു കാര്യം ഭർത്താവിന്റെ ഭാഷയിൽ സംസാരിക്കാനേ എനിക്ക് സാധിക്കൂ. നിന്റെ ശീലങ്ങളും നിന്റെ കാഴ്ചപ്പാടിലെ ജീവിതവും നീലിമ അതേപടി ഫോളോ ചെയ്യണമെന്നുണ്ടോ? യു ഹാവ് ടു അഡ്ജസ്റ്റ്. അറ്റ്ലീസ്റ്റ് അവൾ ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ നീ ഓർക്കണ്ടേ? നോക്കി, ഭർത്താവിനെ നിയന്ത്രിക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഞാനത് അനുവദിക്കുകയും ചെയ്യും. പക്ഷേ ഭരിക്കാൻ വന്ന ഭാര്യയല്ല ആരായാലും ശരി, എനിക്കിഷ്ടമല്ല. ഞാൻ അതിനോട്ട് വഴങ്ങുമില്ല. അനി, നീ ഒരുമാതിരി പഴഞ്ചൻ രീതി ചിന്തിക്കുന്നുകൊണ്ടുള്ള കുഴപ്പമാണിത്. അതെ, ഞാനൊരു പഴഞ്ചൻ നാട്ടുമ്പുറത്തുകാരനാണ്. നിന്നോട് തർക്കിച്ച് ജയിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. നീ നീലിമയെ വിളിച്ചോണ്ട് വരുന്നില്ലയോ? ഞാൻ പറഞ്ഞിട്ടില്ല അവൾ ഇറങ്ങിപ്പോയത്. എടാ, അവള് ബുദ്ധിയില്ലാത്തൊരു കഴുതയാണെന്ന്. വാശിയോട് ഇറങ്ങിപ്പോയപ്പോഴേ നിനക്ക് അവളെ തിരിച്ചു വിളിക്കായിരുന്നില്ലേ? എടാ, പോയിട്ട് ഇത്രയും ദിവസം. ഇത്രയും ദിവസമായിട്ടും ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. തെറ്റല്ല അവളുടേതും, ശരി മുഴിക്കാൻ നിന്റേതും. ഞാൻ ചെയ്തത് ശരിയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത്. നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നേക്ക്, നീ എന്ന് നീലിമയെ കൂട്ടിക്കൊണ്ടുവാ. സാധ്യമല്ല. ഇതേ നിനക്ക് പറയാനുള്ളൂ എങ്കിൽ ഐ ആം സോറി. നീ വെറുതെ ഒച്ച വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. സ്നേഹത്തിന്റെ പുറത്ത് നീ എന്ത് വേണേ ചെയ്യും. പക്ഷെ അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ, ഐ കൻ നെവർ ടോളറേറ്റ് എനിബഡീസ് ഈഗോ. നിന്റെ പുന്നാര ആങ്ങളെ ഉണ്ടല്ലോ, അവന്റെ വിചാരം അവൻ പഠിക്കുന്ന മുയൽ ഏഴ് കൊമ്പെന്നാ. പോക്കൃത്തരം കാണിച്ചവൻ പോരാ, എന്നിട്ട് നിന്ന് വേദാന്തം തോന്നുക. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവൻ എന്റെ അളിയനാകൊണ്ടൊന്നുമല്ല, എന്റെ പഴയ കൂട്ടുകാരനായി പോയി. നോക്കൂ സുഖേട്ട, അനിയേട്ടൻ ചെയ്ത് തെറ്റായിക്കോട്ടെ, എന്നാലും നീലിമ ഒരു പെണ്ണല്ലേ? ഇത്രയും വാശി. സാറുചേട്ടന്റെ പക്ഷം പിടിക്കായിരിക്കും. അല്ല, എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? സുഖേട്ട, അനിയേട്ടനോട് പിണങ്ങി നീലിമ നേരെ വീട്ടിലേക്കല്ലേ പോയത്? നമ്മൾ ഈ ടൗണിൽ തന്നെ ഉണ്ടല്ലോ, അവക്ക് ഇങ്ങോട്ട് വരാമായിരുന്നില്ലേ? അവൾ ഇനി ഇവിടെ വരാത്തതിന്റെ കുറ്റമേ ഉള്ളൂ. ഇവിടെ വന്ന് നിന്റെ കാല് പിടിച്ച് നിന്റെ ശുപാർശയുടെ പുറത്ത് അങ്ങനെ ഇപ്പോഴേ എന്റെ പെങ്ങൾക്ക് അവളുടെ നേരെ തിരിച്ചു കിട്ടണ്ട. സുഖേട്ടാ, അയ്യോ, പതുക്കെ, കുഞ്ഞുണരും. എടി ഒഴിയട്ടെ. എടി, നിന്റെ ചേട്ടനെ അത്ര വലിയ കൊമ്പത്തെ ആളാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ. അവന്റെ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. അതുപോലെ പറഞ്ഞേരെ. എന്താ ഇത്? നീ എന്റെ വാങ്ങിക്കും കേട്ടോ. ഇടി എന്താ വിചാരിച്ചിട്ടാ അവൻ ഇത്ര അഹങ്കാരം കാണിക്കുന്നത്?
എന്റെ സ്വഭാവം ഉണ്ടല്ലോ നിന്റെ വീട്ടുകാർ ശരിക്കും അറിയാഞ്ഞിട്ടാ എനിക്ക് ദേഷ്യം വന്നുണ്ടല്ലോ. ആ പിന്നെ മോനെ നോക്കി അച്ഛന് ദേഷ്യം വരുന്നു ചുമ്മാണല്ലേ. നിന്നെ പൊയ്ക്കോളാം കേട്ടോ. ആ മഹാമോശമായി പോയി കാര്യങ്ങൾ. ചേച്ചേ, 4 ആള് കേട്ടാൽ എനിക്ക് മിസ്റ്റർ കുറുപ്പിനോട് നാണക്കേട്. വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് കാണുമ്പോഴാ കഷ്ടം തോന്നുന്നു. കഴിഞ്ഞൊക്കെ പോട്ടെ, എങ്ങനെയും നമുക്കിത് സുരമയിലാക്കണം. എങ്ങനെ ഒത്തുതീർപ്പിലെത്തിക്കേണ്ട അത്യാവശ്യമൊന്നും എനിക്കില്ല. എന്ന് വെച്ചാ എന്റെ മോള് സമസ്താപരാധവും പറഞ്ഞ് ഇയാളുടെ കാൽക്കൽ വന്ന് വീണ വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന്, അതല്ലേ ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം? അതെ, ഒട്ടും മനസ്സുണ്ടായിട്ടല്ല. പിന്നതെ നിങ്ങൾ വന്ന് വിളിച്ചത് കൊണ്ടാ എങ്ങനെയെങ്കിലും ഒതുങ്ങി തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന് കരുതി ഞാൻ വന്നത്. ഇപ്പൊ ഇതാ നിങ്ങളുടെ പ്രസൻസിൽ വെച്ച് നിങ്ങളുടെ മകൻ പറയുന്ന ധിക്കാരം കേട്ടില്ലേ? ഇനി ഏതായാലും ഞാനില്ല, എല്ലാം വിധി പോലെ വരട്ടെ. അല്ല, ഞാൻ പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. എടാ അനി, പിന്നെ ഞാൻ എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നത്? പെൺവീട്ടുകാരുടെ താളത്തിന് തുള്ളി ഞാൻ അവിടെ പോയി അവിടെ വിളിച്ചോണ്ട് വരണോ? എനിക്ക് പറ്റിയല്ല. സുജയ, സുജയ, ദേ അവിടെ ഉണ്ട്. സുജയ് വേഗം പുറപ്പെട്ടെ. സുഖേട്ടനെന്ത് ഇത്ര വൈകിയത്? ഞാൻ വയ്യ, നിനക്കെന്താ? ചൂടാവാതെ സാറേ, നല്ലൊരു ദിവസമായിട്ട്. ഇന്ന് സാറിന്റെ പിറന്നാളല്ലേ? പിറന്നാളും മണ്ണാൻ കെട്ടയും എനിക്ക് എന്റെ ശൃംഗാരം ഒന്നും കേൾക്കണ്ട. ഇങ്ങോട്ട് വന്നേ. സുഖേട്ടാ, ശരി, നിന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് എന്റെ ഡാഡിയോട് അവൻ എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് തട്ടിക്കളിക്കാൻ എന്റെ പെങ്ങൾ നിന്ന് കൊടുക്കണമെന്ന്. അവന്റെ ഏതാണ്ട് സങ്കല്പത്തിലുള്ള ഭാര്യ അവൾക്ക് യോഗ്യതയില്ലെന്ന്. അങ്ങനെ ആരെങ്കിലും മൂപ്പിക്കണ്ട. എനിക്കൊരു പാഠം പഠിപ്പിക്കാൻ ഒക്കെ നോക്കട്ടെ. നീ പോയി കൊച്ചിനെ എടുത്തോണ്ടിറങ്ങിക്കേ. എങ്ങോട്ട്? നിന്നെയും കൊച്ചിനെയും നിന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇങ്ങോട്ട് കാർ തിരിച്ചിട്ട്. എന്താ മക്കളെ എടുപടിയെന്ന്? കൊച്ചിനെയും കൊണ്ട് കുറച്ചാള് അച്ഛന്റെയും മുത്തച്ഛയുടെയും കൂടെ നിൽക്കണമെന്ന് ഇവക്ക് നിർബന്ധം. ഭാര്യയുടെ ആഗ്രഹമല്ലേ? ഞാൻ തനിച്ചായാലും വേണ്ടില്ല, കുറച്ചാൾ ഇവിടെ നിൽക്കട്ടെ. മറ്റേ മുത്തശ്ശി. എന്താ മോനെ പെട്ടെന്ന് പോണേ? സുഖേട്ടാ, എന്ത് പറ്റി? എല്ലാവരെയും ഒരുമിച്ച് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവും ഞാൻ കരുതിയില്ല. ഇപ്പൊ സമാധാനമായി. രാഘവേട്ടാ, അന്ന് രവിസാറുമായിട്ട് പിണങ്ങി പോരുമ്പോ എല്ലാ പ്രാവശ്യത്തെയും പോലെ തിരിച്ചു വരാമെന്ന് കരുതി. പക്ഷെ വഴിയിൽ തളർന്ന് വീണുപോയി. ആരുടെയോ ദേഹം കൊണ്ട് ഇവിടെ വന്ന് പെട്ടു. ചിലപ്പോ ഇവിടെ എരിഞ്ഞു തീരണമെന്നായിരിക്കും എന്റെ വിധി. അധികം സംസാരിക്കണ്ട. ഡിസ്റ്റർബ് ചെയ്യാതെ വേഗം പുറത്തിട്ട് പോയാൽ നല്ലത്. സംസാരിക്കാതിരുന്നാൽ മരിക്കാതിരിക്കുമോ? ഉറപ്പില്ലല്ലോ. എന്താ സംസാരിച്ചിട്ട് മരിച്ചോളാം. പറയാനുള്ളത് പറഞ്ഞിട്ടാണെങ്കിൽ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടുമല്ലോ. സാറുമാരെ, ഇല്ല, എന്റെ മക്കളെ ഞാനൊന്ന് വിളിച്ചോട്ടെ. ഇണങ്ങിയും പിണങ്ങിയും നമ്മൾ ഒരുമിച്ച് എന്ത് സന്തോഷമായിരുന്നു. ഒരച്ഛനെ പോലെ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞിരുന്നത്. കുറുമ്പ് കാണിക്കുമ്പോ സ്വാതന്ത്ര്യമായി വഴക്ക് പറഞ്ഞിരുന്നത് ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നുണ്ട. ഇനി ഒന്നിനും എനിക്ക് വയ്യ. സുസാറെ, അനുസാറെ, ഈ കണ്ണടയും മുമ്പ് എനിക്ക് ഒരപേക്ഷയുണ്ട്. പെണ്ണുങ്ങളെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ കടിപിടി കൂടരുത്. ഭാര്യമാരെയും കൂട്ടിക്കൊണ്ടുവന്ന് അവരുമായി
സന്തോഷമായിട്ട് കഴിയുന്നത് എനിക്ക് മുകളിലിരുന്ന് കാണണം. അച്ഛനാണ് പറയുന്നെന്ന് കരുതി മക്കൾ അനുസരിക്കില്ലേ? അനുസരിക്കാം. ശരി, അനുസരിക്കാം.